ആത്മീയത ഉണ്ടാകണമെങ്കിൽ ആത്മാവാകുന്ന ദൈവവുമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ സംയോഗമുണ്ടാകണം. അല്ല, പാടി ആത്മാവിൽ കയറാൻ പറ്റത്തില്ല. ആത്മാവിൽ നിൽക്കുന്നവന് താഴോട്ട് ഇറങ്ങി വരാം. ചിലർ പറയും, ബ്രദറെ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അന്യഭാഷ പറയുന്നവരെല്ലാം അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. നമ്മൾ പലപ്പോഴും അത് പറയുന്നുമുണ്ട്. ബ്രദറെ നമ്മൾ പറയുന്ന അന്യഭാഷ കേൾക്കണം. അന്യഭാഷ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ലേ ബ്രദറെ? നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്നാളിൽ പലരും വന്ന് എന്നോട്, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. അവർ ചോദിക്കുന്നത്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വലിയ അത്ഭുതങ്ങൾ നടത്തി, എന്നിട്ട് നീ എന്താ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ കൊട്ടിയടച്ചിരിക്കുന്നത്?